ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സയാദിയ റൈസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് ശരിക്കും ഒരു ലബനീസ് റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ഇത് ശരിക്കും മീനിട്ടിട്ട് ചെയ്യുന്ന ഒരു ചോറാണ്. അപ്പോൾ ഞാനിത് മീനിടാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ റൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറഞ്ഞ സമയം മതി, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചോറാണിത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ റെസിപ്പീസും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സയാദിയ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റൈസാണിത്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാനുള്ളതാണ്. നമ്മൾ സാധാരണ കബ്സയും മന്തിയൊക്കെ ചെയ്യുന്ന അരി തന്നെയാണ്, ലോങ് ഗ്രെയിൻ റൈസാണ്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ അരിൻ്റെ ആ ഒരു പശയൊക്കെ പോയി നന്നായി വരുള്ളൂ നമുക്ക് ചോറുണ്ടാക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ചോറുണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഓയിൽ ചൂടാകുന്ന സമയത്ത് 3 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കണം. അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുത്താൽ മതി. നല്ല തീയിലിട്ടിട്ട് നമ്മൾ ഒന്നിച്ചങ്ങോട്ട് കരിയിച്ചെടുക്കരുത്. നമ്മൾ സാധാരണ ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കുന്ന ആ ഒരു ടൈമിൽ പിന്നെ കുറച്ചും കൂടെ നമ്മളൊന്ന് ബ്ലാക്ക് കളറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി മൂപ്പിച്ചെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിയിച്ചെടുക്കരുത്, എന്നാലും നമുക്ക് കുറച്ച് ബ്ലാക്ക് കളറായി കിട്ടും വേണം. ഇതിൻ്റെ കളറാണ് നമ്മുടെ ചോറിന് വരുന്നത് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിൽ ഈ ചോറ് കിട്ടാറുണ്ട്. അത് കുറച്ച് ലൈറ്റ് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് കരിയിച്ചെടുക്കണില്ല, ചെറുതായിട്ടൊന്ന് കരിഞ്ഞൊരു പരുവത്തിലാവുമ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളി മൂപ്പിക്കുന്നത് കാണിക്കുന്നത് തന്നെ ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എത്രത്തോളം പരുവാകണം എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഉള്ളി കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ കോരി മാറ്റുകയാണത്. ഇനി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഉള്ളി കയ്പ്പ് വരും. അപ്പോൾ അത്ര അങ്ങോട്ട് കഴിച്ച് പോകണ്ട. അപ്പോൾ ഇപ്പം തന്നെ കോരി മാറ്റുകയാണ്. അപ്പോൾ ഈ ഉള്ളി നമുക്ക് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ആ ഓയിൽക്ക് തന്നെ ഒരു 5 ഏലക്ക, അതുപോലെ 5 ഗ്രാമ്പു, ഒരു 3 കഷ്ണം പട്ട ഇതിട്ടിട്ടുണ്ട് ഞാൻ. ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അറേബ്യൻ മസാലൻ്റെ കൂടെ കിട്ടുന്നതാണ് ചുക്കിൻ്റെ ഒരു പീസ്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചുക്ക് പോലെ തന്നെ ഒരു ഉണങ്ങിയ ഒരു ഇതും കൂടെ ഉണ്ടാവാറുണ്ട്, അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉണങ്ങിയ ചെറുനാരങ്ങ 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അറേബ്യൻ മസാല വാങ്ങിക്കുമ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ടാവാറുണ്ട്, ഡ്രൈ ലെമണും ബേ ലീഫും എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഇനി ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, സവാള. നമ്മൾ വലിയ ഉള്ളി എന്നാണ് പറയുക, ചിലർ സവാള എന്നാവും പറയുക. അത് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളീൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിൻ്റെ കണക്കിലാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ അളവുകൾ കാണിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചോറിൻ്റെ കളർ കേട്ടോ. ഇനി ഇത് ഉള്ളി ഈ നമ്മൾ കരിച്ചെടുത്തതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കരിഞ്ഞ ടേസ്റ്റൊന്നും ഈ ചോറിന് ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാനും ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ചോറിന് അങ്ങനത്തെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുമോ എന്നുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ചോറിന്. അപ്പോൾ നിങ്ങൾക്കാർക്കും അങ്ങനത്തെ ഒരു സംശയം തന്നെ വേണ്ട കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കബ്സ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് തുറന്നിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 1 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവണം അരി. എങ്കിലേ നമുക്ക് ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ റൈസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. മറ്റേത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാച്ച് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ വെള്ളം വാർത്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നുള്ളത്. അപ്പം നമുക്കിത് അടച്ചു വെക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് നമുക്ക് തീയൊന്ന് ചെറുതാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് നമുക്ക് നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ ഈ ചോറ്. ഇപ്പോൾ ഈ ചൂടോട് കൂടി ആയതുകൊണ്ടാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ചൂടോട് കൂടി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സയാദിയ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു ലബനീസ് റൈസാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും ഫിഷിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു റൈസാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് മീനിൻ്റെ കൂടെയാണ് ശരിക്കും ഇത് വരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കിട്ടാറുണ്ട് ഒരു പുളിവെള്ളം. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ പുളി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുത്തിട്ട് ഇതിൻ്റെ കുരു മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിച്ചെടുത്തിട്ടുള്ളതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളത്
ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ജീരകം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ ഒരു സൈഡായിട്ട് സെർവ് ചെയ്യുന്ന സാധനമാണ് ഈ പുളിവെള്ളം, അതുപോലെ തന്നെ തക്കാളി ഉള്ളി അരച്ചിട്ടുള്ള സൽത്ത. ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.